കണ്ണൂർ വിമാനത്താവളത്തിലെ CPM നിയന്ത്രണത്തിലുള്ള സ്റ്റാഫ് ക്യാൻറ്റീൻ അടച്ചുപൂട്ടി. കിയാലാണ് ഈ നടപടി സ്വീകരിച്ചത്. വാടക കുടിശ്ശിക നൽകാത്തതിനെ തുടർന്നാണ് ക്യാൻറ്റീനെ പൂട്ടുവിട്ടത്. CPM നിയന്ത്രിത സൊസൈറ്റിയാണ് ക്യാൻറ്റീൻ നടത്തിയിരുന്നത്. 2 വർഷത്തോളമായി 50 ലക്ഷം രൂപയിലേറെയാണ് വാടക ഇനത്തിൽ കിയാലിന് നൽകാനുള്ളത്. ക്യാൻറ്റീൻ പൂട്ടിയതോടെ വിമാനത്താവളത്തിലെ ജീവനക്കാരാണ് ദുരിതത്തിലായത്. ഇവരുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, മാസങ്ങളായി വാടക കൊടുക്കാതെ ഇടത് യൂണിയൻ, അതുകൊണ്ട് തന്നെ കിയാൽ നടപടി സ്വീകരിച്ചു. പക്ഷേ ദുരിതത്തിലായത് പാവം ജീവനക്കാരുമാണല്ലേ? തീർച്ചയായും കണ്ണൂർ വിമാനത്താവളത്തിലെ നൂറുകണക്കിന് ജീവനക്കാർ ആകെ ആശ്രയിക്കുന്ന സ്റ്റാഫ് ക്യാൻറ്റീനാണിത്. CPM നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയാണ് ഇത് കൈകാര്യം ചെയ്തിരുന്നത്. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഏരിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന CPM സൊസൈറ്റിയാണ് ഇത് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഇത് പ്രവർത്തനം തുടങ്ങി ഏറെ നാളുകൾ കഴിയാതെ തന്നെ ഇതിന്റെ വാടക കിയാലിന് നൽകാതിരിക്കുകയായിരുന്നു. തുടർന്ന് 2 വർഷത്തോളമായി ഏതാണ്ട് 50 ലക്ഷം രൂപ കുടിശ്ശിക ആയതോടുകൂടിയാണ് കിയാൽ ഇത് അടച്ചുപൂട്ടും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ ക്യാൻറ്റീനിലേക്കുള്ള കറണ്ടും അതുപോലെ തന്നെ വെള്ളവും കിയാൽ റദ്ദു ചെയ്തിരുന്നു. കൂടാതെ തൊട്ടു പിന്നാലെ ഇതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ സൊസൈറ്റി അധികൃതർ ഈ ക്യാൻറ്റീന് മുമ്പിൽ ഒരു ബോർഡ് വെക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒരുപാട് ജീവനക്കാരുള്ള സ്ഥലമാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനുമായി ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഈ സ്റ്റാഫ് ക്യാൻറ്റീനെയാണ്. ക്യാൻറ്റീൻ അടച്ചുപൂട്ടിയതോടുകൂടി ജീവനക്കാർ ഒന്നാകെ ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം എയർപോർട്ടിന് പുറത്തേക്ക് ഭക്ഷണം കഴിക്കാനും മറ്റും പോകേണ്ട ഗതികേടിലാണ് നിലവിൽ ജീവനക്കാരുള്ളത്. KP അത് തന്നെയാണ്. കണ്ണൂർ വിമാനത്താവളത്തിലെ CPM നിയന്ത്രണത്തിലുള്ള സ്റ്റാഫ് ക്യാൻറ്റീനാണ് അടച്ചുപൂട്ടിയത്. കിയാൽ ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കാൻ കാരണം വാടക കുടിശ്ശിക നൽകാത്തതിനെ തുടർന്നാണ്. ഏതായാലും ജീവനക്കാർ ദുരിതത്തിലായി എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.